തീപ്പൊരി ഉയരത്തിൽ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കഷ്ടതയുടെ എല്ലാം നിതാന്തമായിരിക്കുന്നത് നമ്മുടെ ജനനമാണ്. ജനനത്തിലാണ് പ്രശ്നം. ആ ജനനത്തെ തിരുത്തി എഴുതിയാൽ ഈ കഷ്ടതയുടെ ഗതി മാറും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ തിരുവചന ധ്യാനത്തിനായി കർത്താവ് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 6-7 വാക്യം വായിക്കുമ്പോൾ, അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല. അതിനുശേഷം യോബ് പറയുകയാണ്, തീപ്പൊരി ഉയരത്തിൽ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാം വിചാരം ഈ ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്ന കഷ്ടത, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് കിളിച്ചു വരുന്ന, അല്ലെങ്കിൽ നിലത്ത് നിന്ന് കിളിച്ചു വരുന്ന അനർത്ഥം നമ്മുടെ മനസ്സിലെല്ലാം അതാണ്. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറിയാൽ ഈ അനർത്ഥമൊക്കെ മാറിയേക്കും. അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറിയാൽ ഈ കഷ്ടതയൊക്കെ മാറും എന്ന് നമ്മൾക്ക് ഒരു ചിന്തയുണ്ട്. ഈ ലോകത്തിൽ പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഭവനത്തിൻ്റെ ദോഷമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ദോഷമായിരിക്കാം. എത്ര സമ്പാദിച്ചിട്ടും തീരാത്തതായ കഷ്ടത, ആവശ്യങ്ങളിന്മേൽ ആവശ്യങ്ങൾ, ഓരോരോ പ്രയാസങ്ങളും പാടുകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് വരിക. ഈ വീട്ടിൽ പാർക്കുന്നിടത്തോളം കാലം കയറിയ നാൾ മുതൽ അങ്ങ് രോഗമാണ്. ആ റൂമിൽ കിടന്നാലും ഈ റൂമിൽ കിടന്നാലും, അല്ലെങ്കിൽ അങ്ങോട്ട് തലവെച്ചാലും ഇങ്ങോട്ട് തലവെച്ചാലും വിവിധ ദിശയിലേക്ക് കട്ടിൽ മാറ്റി നോക്കുന്നു, ഇരിപ്പിടം മാറ്റി നോക്കുന്നു, ഉപ്പുപാത്രം മാറ്റി നോക്കുന്നു, അടുപ്പ് മാറ്റി നോക്കുന്നു. എന്നിട്ടൊന്നും ഒരു പ്രശ്നത്തിനും പരിഹാരമാകുന്നില്ല. വീണ്ടും നമ്മുടെ മനസ്സിലെ ചിന്ത ഈ പൂഴിയിൽ നിന്നും നിലത്തു നിന്നുമാണ് കഷ്ടതയും അനർത്ഥവും വരുന്നത് എന്ന് നമുക്കൊരു മൗഢ്യമായ ഒരു ചിന്ത. അത് ലോകത്തിൻ്റെ ചിന്തയാണ്. ഈ ലോകം തരുന്നതായ അനേക ചിന്തകൾ അങ്ങനെയാണ്. നിലത്തെയും മണ്ണിനെയും ഭൂമിയെയും ഒക്കെ ആശ്രയിച്ച് ഈ ലോകം പല കാര്യങ്ങൾ നമ്മോട് സംസാരിക്കും. യോബ് താൻ പറയുന്നതായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. തീപ്പൊരി ഉയരത്തിൽ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടത്തിനായി ജനിച്ചിരിക്കുന്നു. നിന്റെ ജനനമാണ് പ്രശ്നം. നീ ജനിച്ചിരിക്കുന്ന നിന്റെ ജനനത്തിന്റെ അവസ്ഥയെ യോബ് അതിനെയാണ് ഊന്നിപ്പറയുന്നത്. നിന്റെ ജന്മം കൊണ്ട് നീ കഷ്ടത്തിന് വേണ്ടി ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണം. നിന്റെ ജനനം ശരിയല്ല. ഈ ജനനത്തും കൊണ്ട് നിനക്ക് കഷ്ടത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും അനർത്ഥങ്ങൾ മാത്രം. അതിൻ്റെ അർത്ഥം വീണ്ടും ജനിക്കുന്നവർക്ക് കഷ്ടത ഉണ്ടാവുകയില്ല എന്നാണ്. അല്ല, അവർക്കും കഷ്ടതയുണ്ടാകും. പരിശോധന അവർക്കും ഉണ്ടാവും. അനർത്ഥങ്ങൾ അവിടെയും സംഭവിക്കും. എന്നാൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളും കഷ്ടങ്ങൾക്കും വേറൊരു സ്വഭാവമുണ്ട്. എന്താണ് ആ സ്വഭാവം എന്നറിയാം. ആ സ്വഭാവത്തെ തിരിച്ചറിയണമെങ്കിൽ കർത്താവ് ഗെത്സമന തോട്ടത്തിൽ നിന്നുകൊണ്ട് തൻ്റെ അവസാനത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നതായ പത്രോസും യോഹന്നാനും യാക്കോബും ഒരു വലിയ ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൻ്റെ മധ്യത്തിൽ ഒരു ദൂതൻ നിന്ന് വിളിച്ചു പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ ഇന്ന് ജനിപ്പിച്ചിരിക്കുന്നു, അവന് ചെവി കൊടുപ്പീൻ എന്ന് ഉയരത്തിൽ നിന്നൊരു ശബ്ദം. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് താനും നേരത്തെ ജനിച്ചതല്ലേ. 30-ാമത്തെ വയസ്സിൽ തൻ്റെ ശുശ്രൂഷ തുടങ്ങി 3.5 വർഷമായി താൻ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോഴൊന്നുമില്ലാത്ത ഒരു ജനനം, ഒരു പുതിയ ജനനം. അതെന്തിനാണെന്നറിയാമോ? അവൻ നേരിടാൻ പോകുന്ന കഷ്ടതയെ അവൻ്റെ ജീവിതത്തിൽ സിദ്ധതയായി മാറുവാൻ. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലനായ പൗലോസ് 5-ാം അധ്യായത്തിൽ പറയുകയാണ്, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന കാരണം കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. അതുകൊണ്ട് നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു. എന്നാൽ നേരത്തെ ഉള്ള ജനനത്തിൽ കഷ്ടതയിൽ പ്രശംസയില്ല, നിലവിളിയാണ്. അയ്യോ, എനിക്ക് കഷ്ടം, എനിക്ക് പ്രയാസം, എനിക്ക് അനർത്ഥം, എൻ്റെ വീട്ടിൽ എപ്പോഴും കഷ്ടതയുണ്ടെന്നുള്ളതായ ഒരു നിലവിളി നിന്റെ വീട്ടിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ
നിനക്കൊരു പുനർജന്മം ഉണ്ടാകുമ്പോൾ ആ ജന്മത്തിന് അവകാശികൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു സത്യത്തെ മനസ്സിലാക്കുന്നു. കഷ്ടത സിദ്ധതയെ ഉളവാക്കുന്നു, കഷ്ടത പ്രശംസയെ ഉളവാക്കുന്നു. അതുകൊണ്ട് നാം നമ്മുടെ കഷ്ടതയിലും പ്രശംസിക്കുന്നു. നമുക്ക് പ്രത്യാശ എന്താണ്? ക്രിസ്തുവിന് വരുവാൻ പോകുന്ന പ്രത്യാശ എന്നറിയാം. ഞാൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. പിതാവ് താനും പുത്രനോട് പിറ്റേ ദിവസം അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതയുടെ വലിയൊരു നീണ്ട പട്ടിക പുത്രനെ ധരിപ്പിക്കുകയുണ്ടായി. 3.5 വർഷക്കാലം താൻ ശുശ്രൂഷ ചെയ്യുകയിൽ ആ കഷ്ടതയൊന്നും അനുഭവിച്ചില്ല. ആരുടെയും അടി വാങ്ങിയില്ല, ആരും അവൻ്റെ മുഖത്ത് തുപ്പിയില്ല, ആരും അവനെ മുൾക്കിരീടം അണിയിച്ചില്ല, ആരും പുളിച്ചവീഞ്ഞു കൊടുത്തില്ല, ആരും അവൻ്റെ കൈകാലുകൾ ഒടിച്ചില്ല. എന്ന് പറഞ്ഞാൽ 3.5 വർഷക്കാലം വിശപ്പുമില്ല, ദാഹവുമില്ല. എപ്പോഴൊക്കെ വിശന്നോ ദാഹിച്ചോ അപ്പോഴൊക്കെയും സർവശക്തനായ ദൈവം, പിതാവായ ദൈവം തനിക്ക് അത്ഭുതകരമായ ചില മാർഗങ്ങളെ അതിനെ അതിജീവിക്കുവാൻ കാണിച്ചു കൊടുത്തു. കൃപ തനിക്ക് പകർന്നു കൊടുത്തു. ഇവിടെ ഇതാ കർത്താവ് വലിയൊരു പരീക്ഷയുടെ മധ്യത്തിലേക്ക് വരികയാണ്. എന്താണെന്നറിയാമോ? കഷ്ടത. എന്നാൽ ആ കഷ്ടതയിൽ നമുക്ക് സിദ്ധതയും പ്രത്യാശയും ഉളവാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുനർജന്മം, ഇവനെ ഞാൻ ഇന്ന് ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരു വാക്കുകൾക്ക് നമുക്ക് അവകാശമാകണം. നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ്. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാനും കഴിയുകയില്ല, കടക്കുവാനും കഴിയുകയില്ല. നിക്കോദിമോസിന് അതിൻ്റെ പ്രാധാന്യത അപ്പോൾ മനസ്സിലായില്ല. വായിച്ചവർക്കും കേട്ടവർക്കും പ്രസംഗിച്ചവർക്കും എന്തുകൊണ്ടാണ് വീണ്ടും ജനനത്തിൻ്റെ ആവശ്യമെന്നോ അന്നൊന്നും മനസ്സിലായില്ല. യോബ് പറയാണ്, തീപ്പൊരി ഉയരത്തിൽ പറക്കുന്നത് പോലെ നീ ജനിച്ചിരിക്കുന്നത് കഷ്ടത്തിന് വേണ്ടിയാണ്, കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. ഒരു കുഞ്ഞു ഭൂമിയിൽ ജനിക്കുമ്പോൾ ആ ഭൂമിയിലെ കഷ്ടത കണ്ട് കരച്ചിൽ തുടങ്ങുന്നു. ആർക്കും അടക്കാൻ കഴിയാത്ത കഷ്ടത ആ കുഞ്ഞ് തിരിച്ചറിയുന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അത് ജന്മം കൊണ്ടത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് അത് ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ അതിനൊരു പക്ഷെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയാത്തതായ അനേക സ്വപ്നങ്ങൾ ആ കുഞ്ഞിനുണ്ടായിരിക്കാം. ആ സ്വപ്നങ്ങളൊക്കെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വളരെയധികം സ്വപ്നങ്ങൾ ആ കുഞ്ഞ് കണ്ടു കാണും. ഈ ലോകത്തെക്കുറിച്ച് വലിയൊരു പ്രതീക്ഷ അതിനുണ്ടായി കാണും. എന്നാൽ ഈ ലോകത്തിലെ അറ്റ്മോസ്ഫിയറിലേക്ക് ജനനം കൊണ്ടപ്പോൾ അതിനെ മനസ്സിലായി, ഇവിടെ സന്തോഷമല്ല, കഷ്ടത മാത്രമേ ഉള്ളൂ. കരച്ചിൽ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടത മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ ജന്മം കൊണ്ട് നമ്മൾ കഷ്ടതയ്ക്കായി ജനിച്ചവരാണ്. നാം വീട് മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വസ്തു മാറിയത് കൊണ്ടോ ഏതെങ്കിലും തരത്തിലോട്ട് നമ്മുടെ ജീവിത ശൈലി മാറിയത് കൊണ്ടോ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്ത് പോയത് കൊണ്ടോ നമ്മുടെ കഷ്ടത ഒതുങ്ങുകയില്ല. യോബ് അതാണ് പറയുന്നത്. കഷ്ടത മുളയ്ക്കുന്നത് ഭൂമിയിൽ നിന്നല്ല, അനർത്ഥം കിളിച്ചു വരുന്നത് ഈ ലോകത്തിൽ നിന്നല്ലെങ്കിൽ ഈ മണ്ണിൽ നിന്നുമല്ല. നമ്മുടെ വിചാരമൊക്കെ ഈ മണ്ണിൽ നിന്ന് മുളയ്ക്കുന്നതായ കഷ്ടത, ഭൂമിയിൽ നിന്ന് ഉരുവായി വരുന്നതായ കഷ്ടത. നമുക്ക് അങ്ങനെയൊക്കെ പല കാൽക്കുലേഷനുണ്ട്. ഈ ഭൂമിയെക്കുറിച്ച് നമുക്ക് വളരെയധികം വലിയ സ്റ്റഡി നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് വിദ്യകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചേക്കാം. നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മെ ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് കാര്യങ്ങളുമൊക്കെ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചേക്കാം. ഒരുപാട് വാസ്തുശില്പങ്ങളൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞേക്കാം. പക്ഷെങ്കിൽ വാസ്തുശില്പമല്ല നിന്റെ കഷ്ടതയെ നീക്കുവാനുള്ള ഉപാധി. നിന്റെ ജനന ദിവസത്തെ മാറ്റി എഴുതുക. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച പുത്രനോട് പിതാവ് അരുളി ചെയ്യുന്നതായ ഒരു വാക്കാണ്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നിന്റെ ജനനം ഇന്നാണ്. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് രാത്രി മുതൽ നീ കഷ്ടതയെ നീ മട്ടോട് ഊറ്റിക്കുടിക്കാൻ പോവുകയാണ്. ആ കഷ്ടത നീ ഊറ്റിക്കുടിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അതൊരു സിദ്ധതയെ കൊണ്ടുവരണം, അതൊരു പ്രത്യാശയെ കൊണ്ടുവരണം, അതൊരു ഘനമായ ചിന്താഗതിയെ കൊണ്ടുവരണം. എന്താണ് പ്രത്യാശ എന്നറിയാമോ? ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയില്ല, മനുഷ്യർക്ക് എൻ്റെ പ്രാണനെ എടുത്തു കളയുവാൻ കഴിയില്ല. ഏത് കഷ്ടത്തിൽ കൂടെ കടന്നു പോയിരുന്നാലും ശരി, ഞാൻ വീണ്ടും ജന്മം കൊള്ളും, ഞാൻ വീണ്ടും ജീവിക്കും. ഒരു പുതിയ മനുഷ്യൻ. ആ പുതിയ മനുഷ്യരിൽ ഒരു പ്രശംസ. കഷ്ടങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് പറയാൻ, നേരത്തെ ഞാൻ കരയുന്നവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ പ്രശംസിക്കുന്നു. എൻ്റെ കരച്ചിലെല്ലാം മാറി. കാരണം കർത്താവ് അങ്ങേപ്പുറത്ത് എനിക്ക് വേറൊരു പ്രത്യാശയുടെ തുറമുഖത്തെ കാണിക്കുന്നു. ആ തുറമുഖം ഞാൻ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള കഷ്ടങ്ങളെക്കുറിച്ച് എനിക്ക് സാരമില്ല
എന്നുള്ളതായ ഒരു ചിന്താഗതി. പ്രത്യാശ വർദ്ധിക്കുക. ആ പ്രത്യാശ എന്നോട് തന്നെ സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ പുതിയ ജന്മം കൊള്ളുമ്പോൾ, നാം വീണ്ടും ജനിച്ചവരാകുമ്പോൾ, വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ ജന്മ അവസ്ഥ, പുതിയ ജന്മം, പുതിയ മനുഷ്യത്വം നമ്മുടെ ഉള്ളിൽ സംസാരിക്കും. നാം ആ ജന്മത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, ആളത്വം സ്വീകരിച്ചുകൊണ്ട് നാം തന്നെ സംസാരിക്കും. കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല, സാരമില്ല. കാരണം ഈ കഷ്ടത സഹിക്കുന്ന ഒരുവനായി, സിദ്ധനായി ഞാൻ രൂപാന്തരപ്പെടുന്ന ഒരു പ്രഭാതത്തെക്കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശയില്ല എങ്കിൽ യോബ് ശപിച്ചതുപോലെ നമ്മുടെ ജന്മദിവസത്തെ നമ്മൾ ശപിച്ചുകൊണ്ടിരിക്കും. ഈ വീട്ടിൽ ജനിച്ചല്ലോ, ഈ മാതാപിതാക്കൾക്ക് എനിക്ക് ജന്മം നൽകേണ്ടി വന്നല്ലോ, ഇവരുടെ കൂടെ പാർക്കുവാനുള്ള വിധിദോഷം എനിക്കുണ്ടായല്ലോ, ഇല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ കൂടെ വരാനുള്ള വിധിയാണോ എനിക്കുണ്ടായത്, ഈ ഭാര്യയാണോ എനിക്ക് കിട്ടിയത്, ഇങ്ങനെയുള്ളൊരു കുഞ്ഞുങ്ങൾക്കാണോ ഞാൻ ജന്മം കൊടുത്തത്, ശപിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഭവനത്തെ ശപിക്കും, നാം ജനിച്ച ദിവസത്തെ ശപിക്കും. ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമുക്ക് സങ്കടം വരുമ്പോൾ അങ്ങനെയാണ് നാം ശപിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുകയാണ്, കഷ്ടത നിലത്തു നിന്ന് മുളയ്ക്കുന്നില്ല, അനർത്ഥം ഈ ഭൂമിയിൽ നിന്ന് കിളിച്ചു വരുന്നില്ല. എന്നാൽ തീപ്പൊരി ഉയരത്തിൽ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. നിന്റെ ജന്മമാണ് പ്രശ്നം. നിന്റെ ജനനം നീ മാറ്റിക്കുറിക്കുമെങ്കിൽ, ഒരു പുതിയ മനുഷ്യനായി നീ രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ, ആ രൂപാന്തരം നിന്നെ സിദ്ധനായി അത് രൂപാന്തരപ്പെടുത്തും. നിന്നെ വ്യതിയാനപ്പെടുത്തും. ആ സിദ്ധതയിലൊക്കെയും നിന്റെ ജീവിതത്തിൽ നീ പ്രശംസിക്കുന്നവനായിത്തീരും. ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവനായിത്തീരും. കഷ്ടതയിൽ പ്രശംസിക്കുന്നവനായിത്തീരും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ, ഒരു പുതിയ മനുഷ്യന്റെ അനുഭവത്തിൽ നീ കഷ്ടത അനുഭവിക്കുമ്പോൾ, കഷ്ടതയോ പട്ടിണിയോ നിന്ദയോ പരിഹാസമോ അപമാനമോ എന്ത് വന്നിരുന്നാലും ശരി, ഈ വലിയ സിദ്ധതയുടെ അനുഭവത്തിൽ നിന്ന് നിന്നെ പിന്തിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ളതായ വലിയൊരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യം. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സിദ്ധത. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാറ്റുരച്ചതായ അനുഭവം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നാം ജീവിക്കുന്നതിന് വേണ്ടി, കാണപ്പെടുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. ആ കഷ്ടതയുടെ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഏറ്റുപറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ, ഇവനെ ഞാൻ ഇന്ന് ജനിപ്പിച്ചിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? നാം ഏറ്റെടുക്കുവാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് ദൈവത്തിനറിയാം. പിതാവ് അറിയുന്നു. ഇത്ര വലിയ സ്നേഹത്തിൻ്റെ വെളിപ്പാട് നമുക്ക് തന്ന ദൈവത്തിൻ്റെ ആ വചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ തെറ്റിദ്ധാരണയൊന്ന് മാറ്റാം. എന്താണെന്നറിയാമോ? കഷ്ടത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നില്ല, അനർത്ഥം ഈ മണ്ണിൽ നിന്ന് കിളിച്ചു വരുന്നില്ല, ഉയർന്നു വരുന്നില്ല. പിന്നെയോ നിന്റെ ജന്മം കൊണ്ട് അത് അനുഭവിക്കാൻ നീ വിധിക്കപ്പെട്ടവനായിരിക്കുന്നു. എന്നാൽ ക്രിസ്തുയേശുവിൽ കൂടെ നിന്റെ വിധിയെ മാറ്റി എഴുതുവാൻ ഈ പ്രഭാതം നിന്നെ മാടി വിളിക്കുകയാണ്. നിന്നെ സ്നേഹത്തോടെ അവൻ സ്വാഗതം ചെയ്യുകയാണ്. അവൻ്റെ കുഞ്ഞുങ്ങളായി, അവൻ്റെ മക്കളായി, അവൻ്റെ സ്നേഹത്തെയും അവൻ്റെ പുത്രത്വയും അനുഭവിച്ചുകൊണ്ട്. എന്തിനാണെന്നറിയാമോ? സുഖഭദ്രമായ ഒരു ജീവിതം ഭൂമിയിൽ ചെയ്യുന്നതിനല്ല, നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. ഒരിക്കലും ഒരു കഷ്ടതയുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു സങ്കടവും കരച്ചിലും നിലവിളിയും ഇല്ലാത്തതായ ഒരു ദൈവരാജ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിന് നമ്മെ സിദ്ധന്മാരാക്കണം. അതുകൊണ്ട് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. നാം വീണ്ടും ജനനമുള്ളവരായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജന്മത്തെ അവകാശമാക്കുന്നു. ക്രിസ്തുയേശുവിൽ കൂടെ ആ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടിയുടെ അവകാശത്തെ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതയാമം നിന്നെ സഹായിക്കുമാറാകട്ടെ. നിന്റെ തലമുറകളെ സഹായിക്കട്ടെ. God bless you.